പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ബാലൻ ദ ബോയ് എന്ന സിനിമയിലെ പാർട്ട് 1 പാർട്ട് 2 നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന പാർട്ട് 3 ആണെന്ന് നോക്കാൻ പോകുന്നത്. നേരെ വീട്ടിലോട്ട് പോകും. അതിന് മുൻപായിട്ട് ഈ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ വീഡിയോയുടെ അവസാനവും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ ചാനൽ കയറി നോക്കിയാലും ആ വീഡിയോ കാണാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അമ്മച്ചി കിട്ടോ നമ്മളാ കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. ഞാൻ ഇങ്ങനെ വളവളാന്ന് പറയുന്നല്ല, നിനക്കൊന്നും പറയാനില്ല. അതിന് എന്നെ പറ്റി പറയാൻ മാത്രമൊന്നുമില്ല. ഒരു കഥയായാലോ? കഥ ഓക്കെ, അതായാലും മതി. പണ്ടൊരു രാക്ഷസൻ സ്നേഹം നടിച്ചൊരു രാജകുമാരിയെ തട്ടിക്കൊണ്ടുവന്ന് അവന്റെ അടിമയാക്കി വെച്ചു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ കുറെ ശ്രമിച്ചു. അത് അവൾക്ക് സാധിച്ചില്ല. അടിമയായി അവള് ജീവിക്കാൻ തുടങ്ങി. ഇതാണോ സ്റ്റോറി? ദിവസം താൻ ഗർഭിണിയാണെന്ന് അവള് തിരിച്ചറിഞ്ഞു. ആ കുഞ്ഞ് വലുതാകുമ്പോ ഒന്നെങ്കിൽ അവനെ പോലെ ഒരു രാക്ഷസനാവും, ശരിക്കുള്ള സ്റ്റോറി തോന്നിട്ട് തന്നെ പോലെ ഒരു അടിമയാവുമെന്ന ചിന്ത അവളെ അലട്ടി. അങ്ങനെ ഒരു ദിവസം ഗർഭിണിയായ അവള് ആ രാക്ഷസനെ കൊന്നു കുഴിച്ചിട്ട് അതിന്റെ മേലൊരു വാഴ വെച്ചു. അങ്ങനെയാണ് ജയിലിൽ പോയതല്ലേ? ഓക്കെ. തടവറയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ആ തോക്കെടുത്ത് കത്തിച്ചു കളഞ്ഞു. അതെന്തേ? നീ എന്റെ ആവശ്യമില്ല. നീ ഉണ്ടല്ലോ, അമ്മച്ചി ഞാനുണ്ടാവില്ല. നീ ഇവിടെ താമസിക്കുന്നതിന് ജോലിയായി കല്ലിയാ മതി. നല്ല അമ്മച്ചിട്ടോ. ഞാൻ ചത്താലെ എന്റെ ശവം ഈ പറമ്പിൽ തന്നെ കുഴിച്ചിടണം. അതിന്റെ മുകളിൽ ഒരു വാഴയും വെക്കണം. ഒറ്റയും കാണിക്കണ്ട. എന്നിട്ട് നീ ചെറുക്കനെയും കൂടെ സുഖമായി ജീവിച്ചോ, എവിടേക്കും പോകണ്ട. അടിപൊളിട്ടോ, നല്ല അമ്മച്ചി. ശരിക്കുള്ള സ്റ്റോറി തോന്നുന്നു അവര് പറഞ്ഞിട്ടോ. അപ്പൊ അങ്ങനെ അവർ ജയിലിലെത്തിയതുകൊണ്ട്. ഇതെന്താ ഫാൻസി ഷോപ്പ്? ഫാൻസി ഓക്കെ. സമയത്തല്ലേ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ ഇറങ്ങിയിട്ട് 3 മാസമായി. എന്തെന്നെ വിളിക്കായിരുന്നു? ഫോൺ നമ്പറൊക്കെ തന്നിരുന്നല്ലേടി? മിസ്സായോ? അല്ല, നിന്റെ പയ്യനെവിടെ? നന്നായിടി. ഇപ്പൊ എവിടെ താമസം? ആകെ പേടിച്ചിട്ടോ അവര് അത് കണ്ടപ്പോ. ഇത് കേസ് മറ്റേതാണ്. സെക്സ് വർക്കർ ആ സംശയമുണ്ട് ഇവിടെ. തസ്നീഖാന് ഇവരെ എങ്ങനെയും ഗ്രൂപ്പിലോട്ട് കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. ഓ അവര് ഇവിടുന്ന് പോകാനുള്ള പരിപാടി കേട്ടോ. വീണ്ടും താമസം മാറാനുള്ളത്. ഓ പാവം. അവസ്ഥ അല്ലേ? എങ്ങനെയും ജീവിച്ചു പോകണം വിചാരിക്കുമ്പോൾ ഇതേപോലത്തെ ഓരോന്ന് വരും. ബെല്ലടിക്കണല്ലോ അമ്മച്ചി. ഓ അമ്മച്ചിക്ക് വീണ്ടും അസുഖം വന്നു കേട്ടോ. എന്ത് പറ്റി? കറക്റ്റ്. ഓ അവർ മരിച്ചോ? നല്ലൊരു അമ്മച്ചിയായിരുന്നു അല്ലേ?
പാവം. ഓ, പറഞ്ഞ പോലെ തന്നെ അമ്മച്ചി പറഞ്ഞ പോലെ അവരെ കുഴിച്ചിട്ട് അതിന് മുകളിൽ വായ വെച്ചിട്ടോ ആ കുഞ്ഞ് നനച്ചു കൊടുക്കാൻ. അമ്മച്ചിയുടെ മോനല്ലേ വിളിക്കുന്നത്? ഇത് പ്രശ്നമാവും കേട്ടോ. ക്രിസ്മസിന് മക്കൾ വരുന്നുണ്ട് അമ്മച്ചിൻ്റെ അന്ന്. അമ്മച്ചി മരിച്ച് ആരും അറിഞ്ഞില്ല. കുട്ടികൾ വീണ്ടും വരുമല്ലോ. ഓക്കെ. അമ്മച്ചി ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കണം. ആ വെടി അമ്മച്ചി സ്ഥിരം വെക്കുന്നതല്ലേ കുട്ടികൾ വരുമ്പോൾ. ആരും അറിയാൻ പാടില്ല മരിച്ചു പോയത്. ഒരാൾക്കും സംശയം തോന്നുന്ന രീതിയിൽ അത് അമ്മച്ചി മരിച്ചാട്ടോ, ഒരു കൊന്നൊന്നുമല്ല. നല്ല സ്ഥലമല്ല, അടിപൊളി. ആരോ ഫോളോ ചെയ്യുന്നുണ്ടോ അവരെ? ഓ, ആരോ ഫോളോ ചെയ്യുന്ന പോലെ ഉണ്ട് കേട്ടോ. ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ. ഫോൺ ബെല്ലടിക്കുന്നു. കട്ടായ. ഹലോ, ആരുമില്ലേ ഫോണില്? കോളിംബല്ലോ. മാരകം. സമയത്ത അത് വീണ്ടും വന്നല്ലോ. നീ അവിടെ അകത്തുണ്ടെന്ന് എനിക്ക് അറിയാമേ. തുറക്ക് മോളെ. ഇവിടെ വിടാനുള്ള പരിപാടി ഒന്നും ഇല്ലട്ടോ. നമ്മുടെ സമയത്തൊക്കെ പിന്നാലെ കൂടിക്കണം. എന്നാലും നീ എന്തൊരു ദുഷ്ടിയാടി. ജയിലിലെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന പോലെ അല്ലേ ഷംനാഥ നിന്നെ കൊണ്ടുവരുന്നത്? സമയത്ത ഒരു 100 വട്ടം പറയുന്നുണ്ട് സമയത്താന്ന് ഇടയ്ക്കിടയ്ക്ക്. ഷംനാഥ വെറും പേസ്റ്റ്. കണ്ടോ? അടിപൊളി സെറ്റപ്പ് തന്നെ. അമ്മച്ചിയാ? എന്തിയെ? അത് ആസ്പത്രിയില് ആ, കൊന്നാ? വെട്ടിക്കണ്ടിച്ച് കുഴിച്ച് ഓടിയോ? അതാണോ നിന്റെ ഒരു സ്റ്റൈല്? ഞാൻ കൊന്നതല്ല. കൊലക്കേസിനല്ലേ അവര് ജയിലിൽ കിടന്നേ. നിന്റെ കഷ്ടപ്പാടൊക്കെ തീർന്നല്ലോ. ഇനി നമുക്ക് നല്ല കാലം വെടിപ്പെട്ടേ. ഷംനാഥ വന്നില്ലേ? ആ ശരി മോളെ, ഷംനാഥന്റെ കൂടെ 2 പാവം പെണ്ണുങ്ങൾ. അവരെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോവാ. നീ അന്ന് കടയിൽ വെച്ച് കണ്ടില്ലേ? അവരെ പാവങ്ങളാടി. പാവങ്ങള് അതന്നെ, പാവങ്ങളാണ്. ഷംനാഥ ഏതാ ആള്? വഴിയൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഷംനാഥ ചുളിവിലേ കൂടുതലുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുള്ള പരിപാടിയാണ്. ബിസിനസ് ഒന്ന് വലുതാക്കാനുള്ള പരിപാടിയാണ് ഷംനാഥ. ചെക്കനും തേടി ചായയില് വിഷം കളിക്കുക. അതിൻ്റെയൊക്കെ വിഷക്കുപ്പി കാണിച്ചിരുന്നു. സ്കൂളിലൊക്കെ പോയി തുടങ്ങിയോ? നിനക്കെന്താ ഷംനാഥ വന്ന് പിടിച്ചില്ലെന്ന്? പാവം നിനക്കിനി പെട്ടുപോയ അവസ്ഥയില് ഷംനാഥ ഇവിടുന്ന് പോവത്തില്ല. എന്നെയും കൊണ്ട് ഷംനാഥ പോവും. ചായ ഇതില് വിഷം കളിക്കാര്. ഓ, ഡൗട്ട് ഉണ്ട് കേട്ടോ. ഷംനാഥക്ക് വിശ്വാസമില്ല. രശ്മികന് അടിപൊളിയായിട്ടോ. ആ ക്യാരക്ടറേ ഷംനാഥ കുറച്ചുള്ളെങ്കിലും. ഹലോ, ഇറങ്ങിയിട്ട് വിളിക്കും. വേറെ കൂടെയുള്ള ആൾക്കാർ വരുന്നുണ്ടോ?
ഓന്റെ മോനെ അതിന് തീരുമാനമായി. ഷംനത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. ചോദിച്ച് മേടിച്ചാണ് പിന്നാലെ പോയിട്ട്. ഫോണ് മാർക്കറ്റില് ഞാൻ വിളിച്ചതേ സാറിന്റെ മകനും ഭാര്യയൊന്നും നാട്ടിലെത്തും. അമ്മച്ചിയോട് പറയണ്ട, അടുത്ത പണി. പിന്നെ ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞോന്ന് മാത്രം. ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചേക്കണേ. ഓ ഇവിടെ സ്കൂൾ ഇട്ട കുട്ടി വരാൻ നിൽക്കുന്നുണ്ടോ? ഫ്രണ്ട്സൊക്കെ ആയി പാവം ചെറുപ്പം. ഓ അവര് വന്നു. പണി. അമ്മച്ചി മരിച്ചുപോയി, ഷംനത്തെ മരിച്ചു. ഓ ഈ കുട്ടി സ്കൂളിൽ അവിടെ എത്തിട്ടോ ആ ജംഗ്ഷനില്. എന്റെ പൊന്നെ അടുത്ത വീണ്ടും കൊല്ലാൻ പോണോ? ഇവര് മൂന്ന് നാല് പേരുണ്ട്. പൊന്നെ വെടിവെച്ചോ? ഓ ഈ കുട്ടി ഇവിടെ ഇരിക്കട്ടോ. സ്കൂളിട്ടേ സാധാരണ കൊണ്ടുപോകാൻ വരുന്നില്ലേ. അവരവിടെ ആ പ്രശ്നത്തിലും വിട്ടുപോയി. ഈ കുഞ്ഞ് പൊടിയായി. ഇനി ഞാൻ എത്ര വൈകിയാലും നീ വേറെ എവിടെയും പോരുത്. ഇവിടെ തന്നെ നിൽക്കണം. അമ്മ വരും. പോലീസ് സ്റ്റേഷൻ. പവിത്രം പോലീസ് അതാരാ? അയാൾ എന്റെ മോനോട് പ്രതികാരം ചെയ്യായിരുന്നു സാർ. വണ്ടി ഇടിച്ച് ആശുപത്രിയിലാക്കി. വണ്ടി അടിച്ച് ആശുപത്രിയിലാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനഃപൂർവ്വം കൊലപാതക ശ്രമമല്ലേ? അയാൾ നേരിട്ടല്ല സാറേ, വേറൊരു ലോറിക്കാരനാണ്. പിന്നെ എങ്ങനെയാണ് പവിത്രനാണെന്ന് ഉറപ്പിച്ചു പറയാൻ നിങ്ങളുടെ മോനായിട്ട് ഇയാൾക്കെന്താ പ്രശ്നം? അത് പിന്നെ പണ്ടെങ്ങോ ഗ്രൗണ്ടിൽ കളിക്കുമ്പോ അവര് തമ്മിൽ എന്തെല്ലോ കശർച്ചയുണ്ട്. അതിനുശേഷം എന്റെ മോൻ ഒരു സൂചന കൊടുത്തിട്ടില്ല. ഇയാളെന്താ സൈക്കോ ആണ് പവിത്രൻ? ഊഹിച്ചതല്ല സാറേ, എനിക്കറിയാം അയാൾ തന്നെയാ. പവിത്രനാണെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട് സാർ. സൈക്കോ ആയിരിക്കും മിക്കവാറും. ആരാണ് പവിത്രൻ? ഓ ലാൽ ജൂനിയർ, ജീൻ പോൾ ലാൽ. പുള്ളിയാണ് പവിത്രൻ. താനെന്താണ് ഈ പിള്ളേരുകളിക്കൊക്കെ പ്രതികാരം ചെയ്യാൻ നടക്കുന്നത്? പ്രതികാരോ സാർ? അതെന്റെ ബന്ധുക്കാരനാ, ഞാൻ പ്രതികാരം ചെയ്യാനാ? വിരോധമുള്ളവരൊക്കെ നീ വണ്ടി ഇടിച്ചിടും, കേസെടുക്കട്ടെ? അത് ഞാനും അന്വേഷിച്ചൊരു കേസാണ്. സാർ അന്വേഷിച്ചിട്ട് ഞാൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സാർ എന്നെ ശിക്ഷിച്ചു. ഇയാളുടെ മോന്റെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ എന്താ ക്ലിയർ ചെയ്യാത്തത്? അത് സാറേ ഞാൻ വെരിഫിക്കേഷൻ വേണ്ടി പുള്ളിയുടെ വീട്ടിൽ പോയി. അന്നാ പയ്യൻ അവിടെ. നിന്നെ പോലെ കുറെ മറ്റവന്മാരെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയേക്കണത്. മനസ്സിലായ എനിക്ക്? മര്യാദക്ക് ഇയാളുടെ മോന്റെ വെരിഫിക്കേഷൻ ക്ലിയർ ചെയ്ത് കൊടുത്തതാണ്. അയ്യോ സാർ, അത് ഞാൻ തിരിച്ചുവിട്ടല്ലോ. സൈക്കോ ആണ് ആളിട്ടോ. നീ വെളിയിൽ പോയി പുറത്തു പോയി. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞല്ല ഞാൻ പക പറയാം. കിട്ടിയതാണ് നൈസായിട്ട്. പുള്ളി അമ്മാവനതുകൊണ്ട് പവിത്രന്റെ. എന്തൊരു നാറ്റാ. അതൊന്നും വേണ്ട. ഉമ്മ തരാൻ വരുമ്പോ ആ പല്ലേച്ചിട്ട് വന്നാ മതി. പവിത്രൻ ആള്. വൈകുന്നേരം വീട്ടിലേക്ക് വരൂ, കുടിച്ച്. അപ്പൊ ഞാൻ വീട്ടിലെന്ത് പറയും? 1 മണിക്കൂർ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലേ? ആളൊരു കളിക്കാരനാണ്. അത് കെട്ട് കഴിഞ്ഞാലേ പിന്നെ ഒരു ചെക്കൻ വഴിയിൽ കുറെ നേരമായി ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് നമ്മളെ ബാലൻ. നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ. ഇവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് പോയി. വളരെ സീരിയസ്ലി പവിത്രന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കണം. ആരും ഉപദ്രവിക്കുന്ന ഒരു മടിയില്ലാത്തവനാ. ഇഷ്ടമില്ലാത്തവരല്ല അയാൾ ഉപദ്രവിക്കും. എന്നോട് സ്നേഹ സാറേ. അപ്പൊ എല്ലാവർക്കും അറിയാം പവിത്രന്റെ സ്വഭാവം. ഇവനാണ് ആ കുട്ടിയെ തെരഞ്ഞു പോകുന്നത്. ഇവന്താ ഷെഡി പുറത്തേക്കും? യൂണിഫോം ബാഗ്
ഞാൻ സിഗരറ്റ് വാങ്ങാൻ കടയിൽ പോയിട്ടായിരുന്നു. ആ സമയത്ത് എന്താ പറ്റിയെന്ന് കണ്ടില്ല. ആരാ നിന്റെ ഉടുപ്പൊക്കെ ഊരിക്കൊണ്ടുപോയാ? എന്താ നിന്റെ പേരെന്താ? എന്തെങ്കിലും പറടാ. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും പറ്റില്ല. ഒന്നും പറയില്ല അവന്. കാരണം അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് പോലീസുകാരോട് ഒന്നും പറയരുതെന്ന്. എന്താണ് ചെറുക്കനെ തുണിയില്ലാണ്ട് വെറുതെയാണ് ഇങ്ങനെയാണ് സാറേ കിട്ടിയത്. ഡ്രസ് വാങ്ങിച്ചു കൊടുക്കരുത്. ഒരു കാര്യം ചെയ്യ്, ഇവനൊരു ഡ്രസ്സും വാങ്ങിച്ചു കൊടുത്ത് നീ ഒന്നും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് ഇവനെ വീട്ടിൽ കൊണ്ടാക്കി. സാറേ ഞാൻ ഇവനെ എങ്ങനെ വീട്ടിലാക്കാനാണ്? ചോദിച്ചിട്ട് ഒന്നും മിണ്ടണില്ലല്ലോ. പവിത്രന് വേറെ പ്ലാനാണ്. ഇന്ന് ഈ പോലീസുകാരുടെ ഒപ്പം പോലെ പ്ലാനായിരുന്നു. ഓക്കെ, ഇവിടെ നിർത്തട്ടെ. നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം. ബാലൻ പാർട്ട് 3 വീഡിയോ ആണ് കണ്ടിട്ടോ. നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു. ഇതിലൊരു പുതിയൊരു ക്യാരക്ടറും കൂടി ഇപ്പോൾ വന്നു ഈ പാർട്ട് 3 ജീൻ പോൾ ലാലിൻ്റെ ക്യാരക്ടർ, പവിത്രം എന്ന ക്യാരക്ടർ, പവിത്ര എന്ന് പറഞ്ഞ പോലീസുകാരൻ്റെ ക്യാരക്ടർ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കഥയിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മൾ കണ്ടു. അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതായത് ആ അമ്മച്ചിയുമായിട്ട് അവർ കഴിയുന്നു. എന്നിട്ട് അമ്മച്ചിക്ക് ഇവരുടെ കാര്യങ്ങൾ അവർ കഥ രൂപേണ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഇവരെങ്ങനെ ജയിലിൽ വന്ന ഒരു കഥ രൂപേണയാണ് പറഞ്ഞത്. അതായത് അവരൊരു യുവാവിൻ്റെ കൂടെ ഒളിച്ചോടി പോകും. പിന്നിട്ട് ആ യുവാവിൻ്റെ, അതായത് സ്നേഹിച്ചിട്ട് വീട്ടിൽ നിന്ന് ചാടിപ്പോയതായിരിക്കും അവരുടെ കൂടെ പ്രണയമായിരുന്നു. പിന്നിട്ട് അത് ആ യുവാവിൻ്റെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതായിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ ഗർഭിണിയാകുകയും ചെയ്തു. പിന്നീട് ഗർഭിണിയായപ്പോൾ യുവാവിൻ്റെ നിരന്തരമായിട്ടുള്ള പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ യുവാവിനെ കൊല്ലുകയാണ്. കാരണം യുവാവിനെ പോലെ തന്നെ തൻ്റെ മകനുമായി തീരുമോ എന്നുള്ള പേടി കൊണ്ട് അയാളെ കൊന്നു. അങ്ങനെയാണ് അവർ ജയിലിൽ പോകുന്നത്. പിന്നെ ജയിലിൽ നിന്ന് റിലീസായിട്ട് പുറത്തേക്ക് വരുന്നതും. ഓക്കെ, അതാണ് ആ കഥയിൽ പറഞ്ഞു തരുന്നത്. പിന്നീട് അമ്മച്ചിക്ക് ഒരു സ്നേഹം കൂടിയിട്ട് അവിടെ നിൽക്കാൻ പറയുകയും അമ്മച്ചി മരിക്കുകയും അമ്മച്ചി മരിച്ചത് വേറെ ആരെയും അറിയിക്കേണ്ടതെന്ന് അമ്മച്ചി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ആ ഒരു വീട്ടുവളപ്പിൽ കുഴിച്ചു മൂടുകയും ഒരു വായ കേൾക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് അങ്ങോട്ട് അപ്രതീക്ഷിതമായിട്ട് അമ്മച്ചിയുടെ മക്കൾ നാട്ടിലോട്ട് വരുന്നത്. അതിനിടയ്ക്ക് പഴയ ക്യാരക്ടർ നമ്മുടെ ഷംനത്ത എന്ന ജയിലിൽ വെച്ച് കണ്ടുകൂട്ടിയിട്ടുള്ള ഒരു സെക്സ് വർക്കറാണ് അവർ. അപ്പോൾ അവർ വീണ്ടും ഇവരെ പിന്നാലെ കൂട്ടിയേക്കും. ഇവരെ എങ്ങനെയെങ്കിലും അവരുടെ ജോലിയായിട്ട് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ഷംനത്തെയും അവർ തീർക്കുന്നു. എന്നിട്ട് ഉള്ള സംഭവങ്ങളാണ് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത്. എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയേണ്ടി വരും. ഇനി എന്താണ് ഈ കഥയിൽ സംഭവിക്കാൻ പോകുന്നത്. അവസാനം അവരുടെ വെടിവെച്ച് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ഭാഗത്തിലായിരിക്കും കാണുന്നത്. എന്താണ് സംഭവിച്ചത് അവിടെ എന്നൊക്കെ അടുത്ത പാർട്ടിലൂടെ നമുക്ക് കാണാം. അതുപോലെ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായവും മറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ വന്ന് ക്ലിക്ക് ചെയ്ത് ഓളം നിർത്തി വെക്കാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.